ശാന്തമായ കാടും തെളിഞ്ഞ ആകാശവും തിരമാലകളടിക്കുന്ന കടലും വളരെയധികം ആസ്വാദനം തരുന്ന കാഴ്ചകൾ തന്നെയാണ്. എന്നാൽ കാട്ടിനുള്ളിൽ നമ്മളെ ആക്രമിക്കാൻ വന്യമൃഗങ്ങൾ പതിയിരിക്കുമ്പോൾ ഇരുണ്ട കാർമേഘം കൊണ്ട് മാനം നിറയുമ്പോൾ വേലിയേറ്റ സമയത്ത് രാക്ഷസ തിരമാലകളടിച്ച് കടൽ ഭയാനകമാകുമ്പോൾ ഇതെല്ലാം ആസ്വാദനത്തിൽ നിന്നും പരിഭ്രാന്തി പരത്തുന്നതായി മാറുന്നു. നമ്മുടെ മനസ്സും ഒരു പരിധിവരെ ഇതുപോലെയാണ്. ശാന്തമാണെങ്കിൽ അത് ഒരുപാട് ആസ്വാദനകരവും ആനന്ദവുമാണ്. എന്നാൽ ഈ ശാന്തത നഷ്ടപ്പെടുന്ന വികാരത്തിൻ്റെ വേലിയേറ്റങ്ങൾ, ദേഷ്യപ്രകടനത്തിൻ്റെ വന്യമൃഗങ്ങൾ, ദുഃഖത്തിൻ്റെ ഇരുണ്ട മേഘങ്ങൾ, ഇതാണ് നമ്മുടെ ജീവിതത്തെ ആസ്വാദികരമല്ലാതാക്കി മാറ്റുന്നത്. ജീവിതത്തെ ആസ്വദിക്കുവാനായി ഇന്നത്തെ ദിവസം മുതൽ നമുക്ക് നമ്മുടെ വികാരത്തിൻ്റെ വേലിയേറ്റങ്ങൾ അഥവാ വികാരത്തിൻ്റെ ഉയർന്ന പ്രകടനങ്ങൾ, പ്രത്യേകിച്ച് ദേഷ്യപ്രകടനങ്ങൾ, അതിനെ ഒന്ന് മാറ്റിവയ്ക്കാൻ ശ്രമിച്ചാൽ ശാന്തത നമ്മുടെ ജീവിതത്തിനെ കൂടുതൽ ആസ്വാദികരമാക്കും. ക്ഷമയെ പരീക്ഷിക്കുക, പരിശീലിക്കുക എന്നതാണ്. അവസരങ്ങൾ ദേഷ്യപ്പെടാനുള്ളവ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. അതൊന്നും പാഴാക്കാതെ നാം വലിയൊരു ദേഷ്യക്കാരായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ആസ്വാദനം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുതൽ ക്ഷമിക്കാൻ കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ക്ഷമ പരിശീലിക്കുക, ഉയർന്ന പ്രതികരണങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുക, ജീവിതം ആനന്ദകരമാക്കുക. നന്ദി.